Friends, I had a Zoom meeting yesterday night. So, പല ആൾക്കാരും ആ Zoom മീറ്റിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. ജോലി തിരക്കുകൊണ്ട് അവർ പല ആൾക്കാരും എനിക്ക് വാട്സാപ്പിലും മെയിലും റിക്വസ്റ്റ് ചെയ്തു ഒരു ഹോളിഡേയിൽ വയ്ക്കാൻ പറ്റുമോ. അതിൻ്റെ ബേസിൽ നാളെ മീൻസ് സൺഡേ ആണ്. നാളെ രാത്രി 9:45 മണി മുതൽ ഒരു 1 hour, 1 മണിക്കൂർ 1.5 മണിക്കൂർ അടുത്തൊരു Zoom മീറ്റിംഗ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് Eqtfxൻ്റെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻപുട്സ് മേ ബി ബേസ്ഡ് ഓൺ ഫണ്ട് അനാലിസിസ് ഓർ ടെക്നിക്കൽ അനാലിസിസ്. നിങ്ങൾക്ക് പ്രയോജനമായിട്ടുള്ള എന്തെങ്കിലും ഇൻപുട്സ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ താല്പര്യമുള്ളവർക്ക് നാളെ രാത്രി 9:45 Zoom ലിങ്കിൽ കയറി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. മാക്സിമം നമ്പർ ഓഫ് അറ്റൻഡീസ് എന്ന് പറയുന്നത് 99 ഉള്ളൂ. കാര്യം എൻ്റെ Zoom ലിങ്ക് 99-100 പേർക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നാളെ രാത്രി 9:45, ദാറ്റ് ഈസ് 12 മാർച്ച് സൺഡേ നൈറ്റ് 9:45 ഓൺലൈനാണ് സെഷൻ. ഞാനിന്ന് പറയാൻ പോകുന്നത് ബേസിക്കലി ഇപ്പോഴത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബിയർ മാർക്കറ്റിൽ എങ്ങനെ നമുക്ക് നിൽക്കാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഏതാനും പോയിൻറ്റ്സ് ആണ് ശരിക്കും. സോ ഏത് മാർക്കറ്റിൽ നമ്മൾ നിൽക്കാൻ പഠിക്കണം ബേസിക്കലി അല്ലേ. മാർക്കറ്റ് എന്ന് പറയുന്നത് 65% റേഞ്ച് ബൗണ്ടും ബാക്കിയുള്ള 35% ഐദർ ബുള്ളിഷോ അല്ലെങ്കിൽ ബെയറിഷോ ആയിരിക്കും ശരിക്കും. നമ്മൾ കോവിഡ് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ബുൾ മാർക്കറ്റ് വന്നു. അതിനുശേഷമുള്ള ഒരു ബിയർ മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ശരിക്കും. സോ ബേസിക്കലി 3 കാര്യങ്ങൾ കൊണ്ടാണ് ബിയർ മാർക്കറ്റ് ഉണ്ടാകുന്നത്. ഫസ്റ്റ് ഈസ് സൈക്ലിക്കൽ ബിയർ മാർക്കറ്റ്. അതായത് എന്താ പറയുക, റിസഷൻ വേൾഡിൽ മുഴുവൻ വരുവാണെങ്കിൽ ഒരു സൈക്കിളാണത്. അങ്ങനെ സൈക്ലിക്കൽ ബിയർ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാം. 2 സ്ട്രക്ചറൽ ബിയർ മാർക്കറ്റ് എന്ന് പറയും. സ്ട്രക്ചറൽ ബിയർ മാർക്കറ്റ് എന്ന് വെച്ചാൽ എക്കോണമിയിലുള്ള കുറേ പ്രോബ്ലംസ് വന്ന് എക്കോണമിക്ക് ആ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ സ്ട്രക്ചറൽ ബിയർ മാർക്കറ്റിലേക്ക് അത് മാറും ശരിക്കും. 3 ഇവൻറ്റ് ബേസ്ഡ് ബിയർ മാർക്കറ്റ്. ഏതെങ്കിലും ഇവൻറ്റിൻ്റെ ബേസിൽ ഇപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ പോലെ കണ്ടാണല്ലേ, റഷ്യ-യുക്രൈൻ വാർ ഒരു വലിയൊരു ഇവൻ്റ് ആയിരുന്നു ശരിക്കും. ഇതുവരെ ക്ലോസ് ആയിട്ടില്ല ആ വാർ ഇപ്പോഴും. അതിനോടൊപ്പം തന്നെ കോവിഡും കൂടെ വന്നപ്പോഴത്തേക്കും, കോവിഡ് സമയത്തുള്ള ഇൻഫ്ലേഷൻ കൂടെ വന്നപ്പോഴത്തേക്കും 2 കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോഴത്തെ ഈ ഇവൻറ്റ് ബേസ്ഡ് ബിയർ മാർക്കറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് നാളെ ഒരു കാലത്ത് സ്ട്രക്ചറലായിട്ടുള്ള മാറുമെന്ന് ചോദിച്ചാൽ അറ്റ് ദി ടൈം ബീങ് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഒരുപക്ഷെ അടുത്തൊരു 5-6 മാസം കൊണ്ട് എക്കോണമി കുറേ കൂടെ സ്ട്രോങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ എക്കോണമിയിൽ ഇപ്പോൾ കാണുന്ന വീക്ക്നെസ്സൊക്കെ മാറി എക്കോണമി കുറേ കൂടെ സ്ട്രെങ്ത് ആയിട്ട് വരുവാണെങ്കിൽ വീണ്ടും ഈ ഇവൻറ്റ് ബേസ്ഡ് ബിയർ മാർക്കറ്റ് മാറിയിട്ട് നമ്മൾ കുറച്ച് ഒരു ബെറ്റർ ആയിട്ടുള്ള ബുൾ മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ട് മാർക്കറ്റിലേക്കോ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇങ്ങനത്തെ മാർക്കറ്റ്സിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ് ശരിക്കും. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയും, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലേണിംഗ് നമുക്ക് അത്യാവശ്യമാണ്. കാര്യം ലേണിങ്ങിന് ഒരു എൻഡില്ല ശരിക്കും. വി ഹാവ് ടു കീപ്പ് ഓൺ ലേണിംഗ് ശരിക്കും. നമുക്കൊരിക്കലും ലേണിങ്ങിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് നമുക്ക് എത്താൻ വല്ല ബുദ്ധിമുട്ടാണ് ശരിക്കും. ആ ലേണിംഗ് ദർ ഇസ് നോ ഷോർട്ട് കട്ട്സ് ബേസിക്കലി. സോ സ്റ്റോക്ക് ട്രേഡിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഫണ്ടാണ് എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയും. കാര്യം എന്ന് വെച്ചാൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കിന് മാത്രമേ മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഫണ്ടമെൻ്റലി വീക്ക് ആയിട്ടുള്ള സ്റ്റോക്കിന് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല ശരിക്കും. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് എന്തെങ്കിലും 1-2 റിസൾട്ട് വന്ന് സ്റ്റോക്കൊന്ന് വീക്ക് ആകുമ്പോഴാണ് സാധാരണ ആൾക്കാർ അല്ലെങ്കിൽ ബേസിക്കലി ഒരു വാല്യൂസിനുള്ളിൽ എത്തുമ്പോഴാണ് ബേസിക്കലി എന്താ പറയണ്ടേ, ഓപ്പറേറ്റേഴ്സ്, ദാറ്റ് മീൻസ് FIs, DIs ഒക്കെ അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിക്കും. നമ്മളെ കണക്കിൽ റിറ്റെയിലേഴ്സ് ബേസിക്കലി മൊമെൻറ്റം സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മൊമെൻറ്റം സ്റ്റോക്ക് ഫണ്ടാ സ്ട്രോങ് ആയിട്ടുള്ള മൊമെൻറ്റം സ്റ്റോക്ക് കണ്ടെത്താൻ സാധിച്ചാൽ നമ്മുടെ സക്സസിൻ്റെ തുടക്കമാണത് ശരിക്കും. അങ്ങനെ ഫണ്ടാ ബേസ്ഡുള്ള മൊമെൻറ്റം സ്റ്റോക്ക് കണ്ടെത്തണമെങ്കിൽ ഫണ്ടയിൽ 9-10 ബ്ലോക്ക് ബസ്റ്റർ അനാലിസിസ് നമ്മൾ പഠിക്കണം ശരിക്കും. നമ്മളിത് പഠിക്കാനായിട്ട് ഡിലേ ചെയ്യും തോറും നമ്മൾ സക്സസ്സിൽ നിന്നും നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും ശരിക്കും. നമ്മൾ എത്ര ആളങ്ങനെ നമുക്ക് മാറാൻ സാധിക്കും മാർക്കറ്റിൽ? വളരെ കുറച്ചാളെ മാറാൻ സാധിക്കത്തുള്ളൂ. ഒരു ദിവസം നമ്മൾ തന്നെ മാർക്കറ്റിൽ നിന്ന് പോകേണ്ട ഒരവസ്ഥയിലേക്ക് വന്നേക്കാം. സോ അങ്ങനെ അവസ്ഥ വരുന്നതിന് മുമ്പ് നമ്മൾ ഫണ്ടാ തറവായിട്ട് പഠിക്കുക, ഡീപ്പായിട്ട് പഠിക്കുക, നമ്മുടെ പൊസിഷൻ സേവ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം. 2ാമത്തെ പോയിൻറ്റ്, സാധാരണ ബിയർ മാർക്കറ്റ്സിൽ വീക്ക്ലി പുൾ ബാക്ക് വളരെ ക്രിട്ടിക്കലാണ് ശരിക്കും. സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡിൽ പോയിട്ട് നോർമൽ കേസിൽ ഒരു വീക്കിലിയിൽ വന്നിട്ടാണ് സ്റ്റോക്ക് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ തിരിച്ചറിയുകയോ ചെയ്യുന്നത്. എങ്ങനത്തെ സ്റ്റോക്കാണ്? ഫണ്ടാ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ട് ടോപ്പായിട്ടുള്ള സ്റ്റോക്കുകൾ ബേസിക്കലി. അപ്പോൾ നമ്മൾ ബേസിക്കലി ഒരു ബിയർ മാർക്കറ്റിൽ വർക്ക് ചെയ്യാൻ നേരത്ത് വി ഷുഡ് ബി മോർ ഫോക്കസ്ഡ് ഇൻ ദി വീക്ക്ലി അനാലിസിസ് ബേസിക്കലി. സ്റ്റോക്കിൻ്റെ വീക്ക്ലി സപ്പോർട്ട്, വീക്ക്ലി റെസിസ്റ്റൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട. കാര്യം ബെസ്റ്റ് ബൈ, വാല്യൂ ബൈ, നോർമൽ കേസ് നമുക്ക് സ്ട്രോങ് ഫണ്ടാ സ്റ്റോക്കിൽ ബെറ്റർ ആയിട്ട് റിസൾട്ട് വന്ന സ്റ്റോക്കിൽ നമുക്ക് വീക്കിലിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മീൻ റിവേഴ്സൺ എന്ന് പറയുന്ന ഒരു ഫിനോമിനുണ്ട് ശരിക്കും. കാര്യം ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്ക് എപ്പോഴും
ഒരു ബേസിക്കലി ഒരു മൂവിങ് ആവറേജ് ഇങ്ങനെ ട്രെൻഡ് ചെയ്ത് പോയും സ്റ്റോക്ക് ആനുവലി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ട്രെൻഡ് ചെയ്ത് പോയും ചെയ്യുന്ന ഒരു ഫിനോമിനൻ ഉണ്ട്. നമ്മൾ ഇഷ്ടംപോലെ സ്റ്റോക്ക് കണ്ടിട്ടുണ്ടല്ലേ. സ്റ്റോക്ക് ഒന്ന് ട്രെൻഡ് ചെയ്ത് തിരിച്ച് മൂവിങ് ആവറേജിലേക്ക് വരും, വീണ്ടും ട്രെൻഡ് ചെയ്യും, വീണ്ടും മൂവിങ് ആവറേജിലേക്ക് വരും, വീണ്ടും ട്രെൻഡ് ചെയ്യും, വീണ്ടും മൂവിങ് ആവറേജിലേക്ക് വരും. ശരിക്കും നോർമലി ടോപ്പ് ട്രെൻഡിങ് സ്റ്റോക്കിൻ്റെയൊക്കെ ബേസിക് മൂവിങ് ആവറേജ് EMA 20, EMA 21 ആണ്. ശരിക്കും നോർമലി സ്റ്റോക്ക് ഒന്ന് മുകളിൽ പോയിട്ട് EMA 21 ടച്ച് ചെയ്യും, വീണ്ടും ഒന്നുകൂടെ ബൗൺസ് ചെയ്യും, വീണ്ടും 21 ടച്ച് ചെയ്യും, വീണ്ടും ബൗൺസ് ചെയ്യും, വീണ്ടും ടച്ച് ചെയ്യും. ഇങ്ങനെ ഒരു പ്രവണതയിലാണ് സ്റ്റോക്ക് ട്രെൻഡിങ് സ്റ്റോക്സ് വർക്ക് ചെയ്യുന്നത്. ട്രെൻഡിങ് സ്റ്റോക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള രണ്ട് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ഒന്ന് സ്റ്റോക്കിൻ്റെ സ്റ്റോക്കിൻ്റെ റിസൾട്ട്, രണ്ട് സെക്ടറിൻ്റെ പെർഫോമൻസ്. ഇത് രണ്ടും ആണ് സ്റ്റോക്കിനെ കണ്ടിന്യൂസ് ആയിട്ട് ട്രെൻഡ് ചെയ്യുന്ന ഘടകം. നോർമലി ബിയർ മാർക്കറ്റിൽ ഈ സെക്ടേഴ്സ് പെർഫോമൻസ് വളരെ വീക്കായിരിക്കും. ശരിക്കും അങ്ങനത്തെ ബിയർ മാർക്കറ്റ്സിലെ സ്റ്റോക്കിൻ്റെ ഇൻറ്റേർണൽ സ്ട്രെങ്ത് കൊണ്ട് മാത്രമായിരിക്കും സ്റ്റോക്ക് ട്രെൻഡ് ആയി പോകുന്നത്. പക്ഷേ നോർമലി ബിയർ മാർക്കറ്റ് കുറേ കൂടെ ടഫ് ആകുമ്പം ഈ സ്റ്റോക്കിൻ്റെ ഇൻറ്റേർണൽ സ്ട്രെങ്ത് തന്നെ വീക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരിക്കും അപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം, ഒരു സ്റ്റോക്ക് മീനിൽ നിന്നും വളരെ മാറി നിൽക്കുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് EMA 21 ആണ് ഞാനിവിടെ പറയുന്നത്, 21 നിന്നും വളരെ മാറി നിൽക്കുകയാണെങ്കിൽ മീൻ റിവേഴ്സൺ എന്ന് പറയുന്ന ഫിലോസഫി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത ബിയർ മാർക്കറ്റ് വളരെ കൂടുതലാണ്. ശരിക്കും ബുൾ മാർക്കറ്റിനെ കാട്ടിലും. ശരിക്കും അപ്പോൾ നിങ്ങൾ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്ത് പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ട്രെയിൽ ചെയ്ത് പോവുക. ശരിക്കും മീൻ റിവേഴ്സൺ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ട്രെൻഡ് ചെയ്യുന്ന സ്റ്റോക്ക്. ഞാനിപ്പോൾ അപ് ട്രെൻഡിൻ്റെ എക്സാമ്പിൾ നിങ്ങളെ കാണിക്കുന്നത്. ഈ കണ്ടിന്യൂസ് ആയിട്ട് ട്രെൻഡ് ചെയ്യുന്ന സ്റ്റോക്ക് ഒരു ബേസിക് മൂവിങ് ആവറേജിൻ്റെ മുകളിലായിരിക്കും ഇതെപ്പോഴും ട്രെൻഡ് ചെയ്യുന്നത്. നോർമൽ കേസിൽ മുകളിലേക്ക് പോകുന്ന സ്റ്റോക്കുകളൊക്കെ അപ് ട്രെൻഡിങ് ആയിട്ടുള്ള സ്ട്രോങ് അപ് ട്രെൻഡുള്ള സ്റ്റോക്കുകളൊക്കെ EMA 20 ബേസ് ചെയ്താണ് അവർ മെയിൻ റിവേഴ്സൺ വർക്ക് ചെയ്യുന്നത്. സോ നോർമലി എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ സ്റ്റോക്ക് EMA 20 നിന്നും ഒരു മുകളിലേക്ക് കയറിയിട്ട് തിരിച്ച് EMA 20 സപ്പോർട്ട് എടുക്കും, പിന്നെയും മുകളിലേക്ക് പോകും, പിന്നെയും EMA 20 സപ്പോർട്ട് എടുക്കും, പിന്നെയും മുകളിലേക്ക് പോകും, പിന്നെയും EMA 21 സപ്പോർട്ട് എടുക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് EMA 20യുടെ ബേസിൽ അത് മുകളിലേക്ക് പോവുകയും താഴത്തേക്ക് വന്ന് സപ്പോർട്ട് എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. ശരിക്കും ബിയർ മാർക്കറ്റിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മീൻ റിവേഴ്സൺ എപ്പോൾ വേണേൽ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ മാർക്കറ്റ് കുറേ കൂടി വീക്കാവുകയാണെങ്കിൽ സ്റ്റോക്ക് അവരുടെ EMA 20 നിന്നും നേരെ താഴത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരിക്കും സോ ഒരു ബുൾ മാർക്കറ്റിൽ ഉള്ള മീൻ റിവേഴ്സിൻ്റെ ഒരു ടൈം ഡിലേ എന്ന് പറയുന്നതിനെക്കാട്ടിലും ബിയർ മാർക്കറ്റിലെ മീൻ റിവേഴ്സൺ ടൈം ഡിലേ വളരെ മൈന്യൂട്ടാണ്. ശരിക്കും കാര്യം എന്താ, സ്റ്റോക്കിൻ്റെ ഇൻറ്റേർണൽ സ്ട്രെങ്ത് വെച്ച് മാത്രമാണ് സ്റ്റോക്ക് കയറി പോകുന്നത്. ബാക്കി സെക്ടേഴ്സ് ആണെങ്കിലും ബാക്കിയുള്ള ഗ്ലോബൽ എൻവയറമെൻ്റ് ഒക്കെ വളരെ വീക്കാണ്. ശരിക്കും അപ്പോൾ സ്റ്റോക്കിന് ഇൻറ്റേർണൽ സ്ട്രെങ്ത് വെച്ച് കയറി പോകുന്നതിൻ്റെ ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബിയർ മാർക്കറ്റിൽ ട്രെൻഡ് ചെയ്യുന്ന സ്റ്റോക്കാണെങ്കിൽ മീൻ റിവേഴ്സൺ വരാനുള്ള സാധ്യത വളരെ പെട്ടെന്നാണ്. ശരിക്കും അതുകൊണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോവുക, അല്ല എങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് പോവുക. ഇത് രണ്ടുമാണ് ബെസ്റ്റ് സ്ട്രാറ്റജി ബിയർ മാർക്കറ്റിൽ. സാധാരണ ബിയർ മാർക്കറ്റ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് സെറ്റും കൂടെ ഉണ്ട്. അത് ഡിവിഡൻഡ് കൂടെ തരുന്ന സ്റ്റോക്ക്, ഫണ്ടാസ്ട്രോങ് സ്റ്റോക്ക്. അത് എന്താ പറയണ്ടേ, വീക്ക്ലി അനാലിസിസിൽ ബെസ്റ്റായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്ന സ്റ്റോക്ക്, അതുപോലെ തന്നെ നല്ല റിസൾട്ട് വരുന്ന സ്റ്റോക്ക്. അതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ ഈ സ്റ്റോക്കുകൾ നല്ല ഡിവിഡൻഡ് കൂടെ തരുവാണെങ്കിൽ നിങ്ങളുടെ കോസ്റ്റ് ഓഫ് പർച്ചേസ്, നിങ്ങൾ ലോങ് ടൈമിൽ നിൽക്കുവാണെങ്കിൽ ശരിക്കും ഒരു 2 ഇയർ 3 ഇയറിന് മേളിൽ നിൽക്കുവാണെങ്കിൽ നിങ്ങൾ കോസ്റ്റ് ഓഫ് പർച്ചേസ് എപ്പോഴും കുറഞ്ഞിരിക്കും. ശരിക്കും അടുത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ബിസിനസ് മാട്രിക്സിൽ വളരെ ട്രാൻസിഷൻ വന്നു കഴിഞ്ഞു. ശരിക്കും ഇപ്പോൾ ഇഷ്ടംപോലെ മോഡേൺ മാനേജ്മെൻ്റ് ആയിട്ടുള്ള കമ്പനികളുണ്ട്. ഫോർ എക്സാമ്പിൾ വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഏരിയൽ ഇന്നോവേഷൻസ്, ദാറ്റ് മീൻസ് ഡ്രോൺസ് ഒക്കെ ഇപ്പം സർവേ മാപ്പിങ്ങിനും ധാരാളം കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും ഇങ്ങനത്തെ ന്യൂ ജനറേഷനായിട്ടുള്ള ഇങ്ങനത്തെ ഇന്നോവേഷനായിട്ടുള്ള കമ്പനികളെ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, ആ കമ്പനികളുടെ സ്കോപ്പിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ഒരു ബിയർ മാർക്കറ്റ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, companies having these type of backgrounds that offer excellent growth and fantastic value. നിങ്ങൾ ബെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾവേസ് ഇൻവെസ്റ്റ് ഇൻ ദോസ് സ്റ്റോക്സ് വിച്ച് ഹാസ് പെർഫോം ബെറ്റർ ദാൻ നിഫ്റ്റി ഇൻ 30 days ടൈം ഫ്രെയിം. ടെക്നിക്കലി സ്ട്രോങ് ആയിരിക്കണം, ഫണ്ടമെൻ്റലി എക്സലൻ്റ് ആയിരിക്കണം, റിസൾട്ട് വൈസ് ഫാൻറ്റാസ്റ്റിക് ആയിരിക്കണം, ഒരു മാസത്തെ പെർഫോമൻസിൽ നിഫ്റ്റിയെക്കാളിലും ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്ക് ആയിരിക്കണം. ഈ 4 കാര്യങ്ങൾ കൂടുതലായിട്ടും ബിയർ മാർക്കറ്റിലെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ ക്രിട്ടിക്കലായിട്ട് നോക്കേണ്ട വളരെ ഫൈനസ്റ്റ് ആയിട്ടുള്ള സീക്രട്ടാണ്. ശരിക്കും ഇത് നിങ്ങൾ ക്രിട്ടിക്കലായിട്ട് മനസ്സിലാക്കണം, പഠിക്കണം, എക്സ്പ്ലോർ ചെയ്യണം, എങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. ലാസ്റ്റ് ആൻഡ് നോട്ട് ദി ലീസ്റ്റ്, സ്റ്റോപ്പ് ലോസ് കമ്പൽസറിയായിട്ട് ഹോണർ ചെയ്യുക. ബിയർ മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് ഹോണർ ചെയ്തില്ല എങ്കിൽ
എസ്പെഷ്യലി വീക്കായിട്ടുള്ള സ്റ്റോക്ക്, എസ്പെഷ്യലി റിസൾട്ട് മോശമായിട്ടുള്ള സ്റ്റോക്കുകൾ ഏത് വിലയിൽ പോയി നിൽക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല ശരിക്കും. നല്ല ചില ആൾക്കാരും സ്റ്റോക്സ് പെട്ട് കിടക്കുന്നത് സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് വെക്കേണ്ട പൊസിഷനിൽ വെക്കാത്തത് കൊണ്ടും സ്റ്റോപ്പ് ലോസ് ആ പൊസിഷനിൽ നിന്നും ഹോണർ ചെയ്യാത്തത് കൊണ്ടുമാണ് ശരിക്കും. സോ നമ്മുടെ മിസ്റ്റേക്സിൽ നിന്ന് നമ്മളെ പഠിക്കാൻ സഹായിക്കുന്ന വലിയൊരു എൻവയറമെൻറ്റാണ് ബിയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ബിയർ മാർക്കറ്റിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചാൽ ബുൾ മാർക്കറ്റിൽ നിങ്ങൾക്ക് ബ്യൂട്ടിഫുള്ളി എക്സൽ ചെയ്യാൻ സാധിക്കും ശരിക്കും. സോ ബിയർ മാർക്കറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഗീവ്സ് സോ മച്ച് ഓഫ് ലേണിംഗ് ലെസൺസ്, ലേണിംഗ് ഇൻപുട്സ് ശരിക്കും. നമ്മളത് മനസ്സിലാക്കുക, നമ്മളതനുസരിച്ച് പ്രവർത്തിക്കുക. ഡെഫിനറ്റ്ലി നമുക്ക് വി ക്യാൻ ബി എ ബെസ്റ്റ് ട്രേഡർ, ബെസ്റ്റ് പ്രൊഫഷണൽ ട്രേഡർ ഓവർ എ പീരീഡ് ഓഫ് ടൈം ശരിക്കും.